കണ്ണൂരിൽ ഓൺലൈൻ ഇടപാടിൽ ഡോക്ടറുടെ 4.5 കോടിയോളം രൂപ തട്ടിയ കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടും. നിലവിൽ കണ്ണൂർ സൈബർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. 20 ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഡോക്ടർ പണം നിക്ഷേപിച്ചത്. ഈ അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് സൈബർ പോലീസ്. വ്യാജ ഓൺലൈൻ ട്രേഡിംഗ് ഇടപാടിൽ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രി ഡോക്ടർക്ക് 4.5 കോടിയോളം രൂപ നഷ്ടമായ കേസിന്റെ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചാണ് ഏറ്റെടുക്കുക. സാമ്പത്തിക തട്ടിപ്പിന്റെ വ്യാപ്തി കൂടുതലായതിനാലാണ് ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം കൈമാറുന്നത്. നിലവിൽ ഇൻസ്പെക്ടർ മഹേഷ് കണ്ടമ്പേത്തിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ സൈബർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. 30 തവണയായാണ് ഡോക്ടർ ഓഹരി വിപണിയിൽ അമിത ലാഭം പ്രതീക്ഷിച്ച് ലക്ഷങ്ങൾ നിക്ഷേപിച്ചത്. 4.43 കോടി രൂപ നിക്ഷേപിച്ച മട്ടന്നൂർ സ്വദേശിയായ ഡോക്ടർ 56 കോടി രൂപ അക്കൗണ്ടിൽ വന്നു എന്ന മെസ്സേജ് വിശ്വസിച്ച് പണം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോഴാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത്. ഈ പണം പിൻവലിക്കാൻ 15% കമ്മീഷനായ 7 കോടിയോളം രൂപ അക്കൗണ്ടിൽ ഇടണമെന്ന് പറഞ്ഞതോടെയാണ് ഡോക്ടർക്ക് സംശയം തുടങ്ങിയത്. തുടർന്നാണ് കണ്ണൂർ സൈബർ പോലീസിൽ പരാതി നൽകിയത്. ചെറിയ തുകക്ക് വാങ്ങുന്ന ഓഹരികൾക്ക് വില പെരുപ്പിച്ച് കാട്ടിയാണ് ഡോക്ടറെ വഞ്ചിച്ചത്. വാട്സാപ്പ് വഴി എത്തിയ വ്യാജ ട്രേഡിംഗ് ആപ്പാണ് ഡോക്ടർ ഡൗൺലോഡ് ചെയ്തത്. അവർ പറയുന്ന അക്കൗണ്ടുകളിലേക്കെല്ലാം പണം അയക്കുകയും ചെയ്തു. 20 ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം നൽകിയിട്ടുണ്ട്. ഈ അക്കൗണ്ടുകളുടെ വിവരം സൈബർ പോലീസ് ബാങ്കുകളോട് തേടിയിട്ടുണ്ട്. അക്കൗണ്ട് തുടങ്ങാൻ നൽകിയ വിലാസം, ആധാർ വിവരങ്ങൾ, ടെലിഫോൺ നമ്പർ എന്നിവയും ശേഖരിച്ചു വരികയാണ്. വ്യാജ അക്കൗണ്ടുകൾ തുടങ്ങി ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾക്ക് കൈമാറുന്ന റാക്കറ്റും പ്രവർത്തിക്കുന്നുണ്ട്. അക്കൗണ്ടിൽ എത്തുന്ന സംഖ്യയുടെ നിശ്ചിത കമ്മീഷനാണ് അക്കൗണ്ട് ഉടമയ്ക്ക് ലഭിക്കുക. ഇവരെ പിടിച്ചാലും കോടികൾ തട്ടിയ സംഘത്തിലേക്ക് എത്തുക എളുപ്പമല്ലെന്നാണ് പോലീസ് പറയുന്നത്. കംബോഡിയയിൽ ആണ് ഈ തട്ടിപ്പ് സംഘങ്ങളുടെ ആസ്ഥാനമെന്നാണ് പോലീസിന്റെ നിഗമനം. ഡോക്ടറുടെ മൊഴി 2 വട്ടം സൈബർ പോലീസ് രേഖപ്പെടുത്തി. സൈബർ പോലീസിന്റെ പ്രാഥമിക അന്വേഷണം പൂർത്തിയായാൽ ഉടൻ ജില്ലാ ക്രൈംബ്രാഞ്ച് കേസന്വേഷണം ആരംഭിക്കും. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.